ഹേ യു ഗായ്സ്, നമ്മളിന്ന് കൊണ്ടേക്കുന്ന വണ്ടി തന്നെ നോക്കി KTMന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡ്യൂക്ക് 390 ആണ് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവരാനൊരു റീസൺ ഉണ്ട്. നിങ്ങൾ ചിലവരെങ്കിലും ന്യൂസ് അറിഞ്ഞു കാണും. വണ്ടിക്ക് ഇപ്പോൾ പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 18,000 രൂപയോളം വില ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. നേരത്തെ ഐ തിങ്ക് 3.13 ലാക്ക് ആയിരുന്നു. അപ്പോൾ അത് 2.95 ഇതാക്കിയിട്ടുണ്ട്. ആ ഒരു പ്രൈസ് ഇന്ന് ഇത് നമുക്ക് എഫക്റ്റീവ് ആണ്. ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 ഫെബ്രുവരി ആണ്. നമുക്ക് ഇന്ന് തൊട്ട് മാർച്ച് 31 വരെ ഈ ഓഫർ അവൈലബിൾ കേട്ടോ. പലർക്കും കൺസേൺ ഉണ്ടാവും. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ ഒട്ടും പഴയതല്ല. 2024 മാനുഫാക്ചറിംഗ് വണ്ടിയാണ് എല്ലാം വരുന്നത്. അവർ ഈവൻ 2025 വണ്ടിക്ക് പോലും അവർ ഈ ഓഫർ കൊടുക്കുന്നുണ്ട്. സോ എന്താ പറയുക, ഈ ഒരു പ്രൈസിൽ 2.95 എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ്. ഐ തിങ്ക് ഒരുപാട് ബൈക്സ് ഉണ്ട്. അപ്പാച്ചി RTR 310, RR 310, പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ്, ഹിമാലയൻ, അതൊന്നും കമ്പാരിസൺ അല്ല, എന്നാലും പറയുകയാണ്. അങ്ങനെ ഒരുപാട് വണ്ടികളുടെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു ഡ്യൂക്ക് 390 കൊണ്ടിട്ടേക്കുന്നത്. ഐ തിങ്ക് ആബ്സല്യൂട്ട് വാല്യൂ ഫോർ മണിയാണ്. നമുക്കിപ്പോൾ ഓൺ റോഡ് പ്രൈസ് നേരത്തെ 4,20,000 ആയിരുന്നു. അത് കുറഞ്ഞിട്ട് ഏകദേശം 3,90,000. അതായത് ഇത് തന്നെ പ്രൈസായി 3.9 ലാക്ക് ഓൺ റോഡ് പ്രൈസ് ആയിട്ടുണ്ട്. സോ അതാണ് മെയിൻ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് ആയിരുന്നു. സോ ഞാൻ ഓടിച്ചിട്ട് എൻ്റെ ഒരു ഇംപ്രഷനും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഫുൾ വാക്ക് റൗണ്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ ആ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് തോന്നിയ ഫീച്ചേഴ്സ് മാത്രം ഞാൻ എടുത്ത് പറയാം. അല്ലാതെ വണ്ടിക്ക് എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒന്നുമില്ല. ഇതൊരു 390 ആണ്. സോ 390 എന്നുള്ള പേര് ഫെമിലിയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു എന്താ പറയുക, അഗ്രസീവ് ആയിട്ടുള്ള മെഷീനാണ്. ഭയങ്കര അഗ്രസീവ് ആണ്. അതിനൊന്നും കുറവൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5,000 RPM താഴെ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാസ് 5,000 RPM വണ്ടി സ്റ്റിൽ അഗ്രസീവ് ആണ്. പഴയ 373 വെച്ചിട്ട് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെൻസ് ഓഫ് പവർ അത്ര ഒരു വ്യത്യാസം തോന്നുന്നില്ല. പക്ഷേ ഇൻ ടൈംസ് ഓഫ് റിഫൈൻമെൻറ്റ് ഐ തിങ്ക് ഒരുപാട് റിഫൈൻമെൻറ്റ് കൂടുതൽ തോന്നുന്നുണ്ട്. കുറച്ചും കൂടി റിഫൈൻഡ് ആയി, കുറച്ചും കൂടി ആ ഒരു റഫ്നെസ് ഉണ്ടായിരുന്നു പഴയ 373 ഓടിക്കുമ്പോഴത്തേക്കും. അതില്ല. അത് മാറ്റിയിട്ട് ഇപ്പോൾ ആ ഒരു ഡോമിനാറിൽ കണ്ട 373 ആ ഒരു നേച്ചർ ആയിട്ടുണ്ട്. അതായത് ഭയങ്കര പവർ ഉണ്ട്, എന്നാൽ അത്യാവശ്യം ഒരു റഫ്നെസ് ഇല്ല, ചെറിയൊരു റിഫൈൻമെൻറ്റ് ഉണ്ട്. സോ ആ ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. BS3, BS6 ഫസ്റ്റ് 390 ഒക്കെ ഓടിച്ചവർക്ക് അറിയാം, അതിനൊരു സൈസ് ഒരു റഫ്നെസ് ഉണ്ട്. ഇല്ല, അത് അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം റൈഡ് ബൈ വയറാണ് വരുന്നത്. അത് കുറച്ചും കൂടി എന്താ പറയുക പ്രിസൈസ് ആയിട്ടുണ്ട്, നന്നായിട്ട് കാലിബ്രേറ്റ് ആയിട്ടുണ്ട്. കൊടുക്കുന്നതിനനുസരിച്ചാണ് വണ്ടി പോകുന്നത്. പിന്നെ ഈ 390 മറ്റ് 390 വെച്ച് നോക്കുമ്പോൾ ഉള്ള മേജർ വ്യത്യാസം ഞാൻ പറഞ്ഞ എഞ്ചിൻ തന്നെയാണ്. പഴയത് 373 cc ആയിരുന്നു. ഏകദേശം 43 bhp, അറൗണ്ട് ഒരു 37 Nm ടോർക്ക്. അത് നന്നായിട്ട് പമ്പ് ചെയ്തു. 43 46 ആയി. ടോർക്കും കൂടി ഐ തിങ്ക് 37 39 ആയിട്ടുണ്ട്. ഇത് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താ സിംപ്ലി ആ പഴയ എഞ്ചിൻ എടുത്തിട്ട് മാറ്റിയേക്കല്ല, കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. ഈവൻ ഈ ഒരു ക്രാങ്ക് കേസ് ആണെങ്കിലും ഒരു എക്സോസിന്റെ റൂട്ടിംഗ് ആണെങ്കിലും കംപ്ലീറ്റ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ കാണാം LC4C എഴുതിക്കണം. ലാനക്കാര്യമൊന്നുമല്ല, ലിക്വിഡ് കൂൾഡ് 4 വാൽവ് കോമ്പാക്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. പഴയത് സ്പ്ലിറ്റ് ഫ്രെയിം ആയിരുന്നു, ഇത് സ്പ്ലിറ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഒരു സിൽവർ ബിറ്റ്സ് ഉണ്ടോ, ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ആക്ച്വലി അലുമിനിയം ആണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ഫുൾ പീസ് മൊത്തം, അതായത് ഫ്രെയിമാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് ഇതിൻ്റെ എയർ ബോക്സിൽ ഹാജരാക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല, കുറച്ച് ലോങ്ങർ ആണ്. അത് കൂടാണ്ട് സസ്പെൻഷൻ ഇരിക്കുന്നത് വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ്, അപ്പുറത്തല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എയർ ബോക്സ് വലുതാക്കാൻ പറ്റി. അതാണ് ഒരു പവർ കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. എയർ ബോക്സ് വലുതാക്കി, സോ മോർ എയർ, അതിനനുസരിച്ച് ഫ്യൂലിംഗ് കൂട്ടി കൊടുത്തു. ഐ തിങ്ക് ദേ ഹാവ് ഡൺ സം ECU ചേഞ്ചസ് ആസ് വെൽ. എനിക്കറിയില്ല കൃത്യമായിട്ട്. പിന്നെ സ്വിംഗാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ബനാന ഷേപ്പ് സ്വിംഗാമാണ്. പഴയ സ്വിംഗാം നിങ്ങൾക്ക് അറിയാം ഒരു സ്ട്രൈറ്റ് സ്വിംഗാമായിരുന്നു, ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോഴും ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ അതിന് ഷേപ്പ് ഉണ്ടോ, ഒരു ബനാന ഷേപ്പ്. നമ്മൾ ഈ ഹൈ എൻഡ് സൂപ്പർ ബൈക്സിലൊക്കെ കണ്ടിരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്വിംഗാം കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ വളരെ നീറ്റാണ് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ആകെ കൂടി എനിക്ക് തോന്നിയത് ഒരു കീ ഹോൾഡറുടെ പ്ലേസ്മെന്റ് ആണെങ്കിലും ചെറിയത് തോന്നി, പക്ഷെ അതൊന്നും അത്ര പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. ഒരു നന്നായിട്ട് തന്നെ വയർ മാനേജ്മെന്റ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിന് റേഡിയേറ്റർ വ്യത്യാസമുണ്ട്. പഴയ 390 വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് കർവ്ഡ് റേഡിയേറ്റർ ആണ്. ഐ മീൻ ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് കർവ്ഡ് റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. സീറ്റ്സിനെ പറ്റി എൻ്റെ ഫസ്റ്റ് ഡിസപ്പോയിൻമെന്റ്, ഞാനിപ്പോൾ കുറച്ച് ഓടിച്ചു എന്നിട്ടാണ് പറയുന്നത്. ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് സീറ്റാണ്. സീറ്റ് നമുക്ക് ഒരുപാട് അങ്ങാടും ഇങ്ങോട്ടും നീങ്ങി കളിക്കാൻ പറ്റില്ല. നമ്മൾ ഏറെക്കുറെ സ്റ്റക്കാണ്. ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. നമുക്ക് ഒരുപാട് മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഡ്യൂക്ക് ഓടിക്കുന്നവർക്കറിയാം, ഐ മീൻ ഫസ്റ്റ് ഡ്യൂക്ക് ഓടിക്കുന്നവർക്കറിയാം. നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഏറെക്കുറെ അവിടെ സ്റ്റക്കാണ് അവരവസ്ഥ. അത് കൂടാണ്ട് തന്നെ ടു മേക്ക് തിങ്സ് വേഴ്സ് ഈ ഒരു ബാക്ക് ഈ ഒരു പീസ് ഇങ്ങനെ എന്തിനാ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് ഒന്നുകൂടെ തട്ടുന്നുണ്ട്. അത് കുറച്ച് അനവിങ്ങാണ്, കുറച്ചധികം അനവിങ്ങാണ്. പിന്നെ റിയർ സീറ്റ് നല്ല കാണുമ്പോൾ നല്ല വൈഡാണ്, രസമുണ്ട്. പക്ഷേ പില്ലും കംഫർട്ട് അത്ര അടിപൊളി എന്നൊന്നും പറയാനൊന്നുമില്ല. പില്ലും ഗ്രാബറിൽ നല്ല രസമുണ്ട്. ഈ ഒരു സൈഡ് പാനൽ മാറ്റി എത്തി കഴിഞ്ഞാൽ ഒരുപാട് മെറ്റൽ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മെറ്റലാണ്. ഈ ടാങ്ക് മെറ്റലാണ്. ഏകദേശം 15 ലിറ്ററോളമായിട്ട് ടാങ്ക് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. പ്രീവിയസ്ലി ഐ തിങ്ക് 13.5 അത്ര എന്താണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടാങ്ക് എക്സ്റ്റൻഷൻ കാണാൻ വളരെ നൈസാണ് കേട്ടോ. എന്തോരം തള്ളി പുറത്തിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ഇതും ഇപ്പോഴത്തെ 250 തമ്മിലുള്ള മേജർ വ്യത്യാസം ഈ ഒരു വെന്റാണ്. കണ്ടു ഒരു ഹോൾ കണ്ടോ, ഇത് 250 ഉണ്ടാവില്ല. ഇത് ആക്ച്വലി ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് ഇഷ്ടമായില്ല. പക്ഷെ പിന്നീട് കണ്ട് വളരെ ഇഷ്ടമായി.
എനിക്ക് ഒരു അഭിപ്രായമാണ്. ഇത് നേരെ എന്ന് വരുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇത് 3 പാനൽസ് ആണ് കേട്ടോ. ഹെഡ്ലൈറ്റ് ഒരു പാനൽ, ഇതൊരു പാനൽ, ഇതൊരു പാനൽ, അങ്ങനെ ഇരിക്കുന്ന 3 പാനൽസ് ആണ്. പിന്നെ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൺസോളാണ്. പക്ഷേ ഇതിപ്പോൾ 250ലും ഈ ഒരു സെയിം യൂണിറ്റ് അവൈലബിൾ ആണ്. പക്ഷേ 250ക്ക് ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ്. നമുക്ക് 5 സ്റ്റെപ്പ് റീബൗണ്ടും 5 സ്റ്റെപ്പ് കംപ്രഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരം കംപ്രസ് ആവണം, എത്ര റീബൗണ്ട് അടിക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ ഉള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, കോർണറിങ് ABS ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ 3 റൈഡിംഗ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വൗ, കൺസോൾ മാൻ ഒരു രക്ഷയില്ല. നമുക്ക് 3 റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. അതായത് റെയിൻ, സ്ട്രീറ്റ്, ട്രാക്ക് മോഡിൽ ഇട്ടേക്കുന്നത്, അതാണ് ഈ ഒരു ലേ ഔട്ട്. നമുക്കത് കൂടാണ്ട് തന്നെ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ലോഞ്ച് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുക്കണം, പക്ഷേ അവൻ ഇത്തിരി നൊത്താണ് എങ്കിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്ത് 60 ലിമിറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് തന്നെ RPM കുറച്ച് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് 6000 തൊട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റും. 6000 അടിക്കുമ്പോഴത്തേക്കും RPM ലിമിറ്റ് ഇങ്ങനെ കത്തും. വണ്ടി ആകെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ, അതാണ് അത് കാണിക്കാത്തത്. പിന്നെ ഇതാണ് ഇപ്പോൾ ട്രാക്ക് മോഡിൻ്റെ ലേ ഔട്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് വണ്ടിയുടെ സ്ട്രീറ്റ് മോഡലൊക്കെ ആയി കാണിച്ചു തരാം. കുറച്ചും കൂടി ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ക്വിക്ക് സെലക്ട് ബട്ടൺ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു മെനുവിലേക്ക് ടോൾ ചെയ്യുന്നതിന് പകരം ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നേരെ മോട്ടോർ സൈക്കിളിലേക്ക് കയറും. ഞാൻ പറഞ്ഞു ABS സൂപ്പർ മോട്ടോ ഉണ്ട്, അതായത് റിയർ ചാനൽ ABS കംപ്ലീറ്റ് ഓഫ് ചെയ്യാം, നമുക്ക് ഓഫ് ചെയ്യാം. റൈഡ് മോഡിൽ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൾവേസ് ഓൺ ആണ്. കയറി കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞല്ലോ പഴയ 390 വെച്ചിട്ട് വൺ ഓഫ് ദി മേജർ വ്യത്യാസം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓഫ്സെറ്റ് സസ്പെൻഷൻ ആണ്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. നേരത്തെ ഐ തിങ്ക് 820 എന്തോ ആയിരുന്നു, ഇപ്പോൾ സീറ്റ് ഹൈറ്റ് കുറച്ച് വെറും 800 mm ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 390 ഇതുപോലെ പ്ലാനറ്റ് ഫുട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. എൻ്റെ ഹൈറ്റ് 5.9 അടുത്താണ്, എനിക്ക് പ്ലാനറ്റ് ഫുട്ടാണ്. പിന്നത്തെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു, ബാക്കിലേക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല. സ്റ്റക്കാണ്, അത്രേ ഉള്ളൂ. എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റില്ല, ഒരു ഇഞ്ച് പോലും എനിക്ക് ബാക്കിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ബാക്കിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഓൾമോസ്റ്റ് സ്റ്റക്കാണ്, ഒരൊറ്റ ഇരിപ്പ്. റൈഡ് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അപ്രൈറ്റ്, കുറച്ചൊന്ന് ലീനാണ്. ഫുഡ് ടെക്സ് റിയർ സെറ്റാണ് കാണാം. മൊത്തത്തിൽ കണ്ടോ, ഞാൻ കുറച്ച് നമ്മുടെ ക്ലച്ച്ലെസിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് മോളാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് വണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് എടുക്കാം, ഒരു റൗണ്ട് പിടിച്ചിട്ട് ബാക്കി ഞങ്ങൾ പറഞ്ഞുതരാം. പുതിയ 390 ഇപ്പോഴത്തെ 390 നമ്മളൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഡോമിനാറിൻ്റെ സെയിം യൂണിറ്റ് ആണ്, പുതിയതിൽ ആ ഒരു ഇന്റർനാഷണൽ യൂണിറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെയാണ് വണ്ടിയുടെ കൺസോളൊക്കെ ടോൾ ചെയ്യുന്നത്. ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, ഇനഫ് ടോക്കിംഗ്. Oh man, പൊളി. ഇപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് എടുക്കാം. ഗിയർ ബോക്സ് പറഞ്ഞു കേട്ടോ, നല്ല രസമുണ്ട്. ഓ മാൻ, ഫ്രണ്ട് ബ്രേക്ക്. നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഒരു ഹബ്ലെസ് ഡിസ്ക് ആണ് കേട്ടോ. പിന്നെ അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ്. പഴയ 390 ബൈറ്റ് തന്നെയാണ്, നല്ല രസമാണ്. മാൻ, സെക്കൻഡ് ഗിയർ ഫുള്ളാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. എനിക്കിത് ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിപ്പോൾ. ഈ ഒരു അക്രമമൊക്കെ ഓടിച്ച് ഓ, നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇൻഡിക്കേറ്റർ ഓൺ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ടേൺ സിഗ്നൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, ദാറ്റ്സ് റിയലി നൈസ്. ഫ്രണ്ടിൽ സസ്പെൻഷൻ പറയണം, അത്യാവശ്യം സ്റ്റിഫർ സൈഡാണ് സസ്പെൻഷൻ ഇരിക്കുന്നത്. ഈ വണ്ടിക്ക് ഇപ്പോൾ പ്രൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹുസ്ക്വർണ 401 സെയിം പ്രൈസ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ഹുസ്ക്വർണ 401 ആണ് ഇപ്പോൾ പൈസ കൂടുതലെന്ന് തോന്നുന്നത്. അത്രയ്ക്ക് ഡിസ്കൗണ്ടാണ് ഇപ്പോൾ വണ്ടിക്ക് വന്നേക്കുന്നത്. ഓ മാൻ, ഞാൻ പറഞ്ഞില്ലേ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടി നല്ല റെസ്പോൺസ് ആയിട്ടുണ്ട് കമ്പയർഡ് ടു പ്രീവിയസ്. ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, ശരിക്കും നല്ല രസമുണ്ട് ഈ വ്യൂ. നിങ്ങൾ ഡ്യൂക്ക് 390 നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മോനെ ബെസ്റ്റ് ടൈം. നിങ്ങൾ നിയറസ്റ്റ് KTM ഡീലറിലൊന്ന് നോക്കുക, ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് March 31, 2025 വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് ബിലോ 3000 അല്ലെങ്കിൽ 4000 RPM ചെറിയൊരു ക്ലങ്കിനെസ് ഉണ്ട്. കണ്ടോ, ഒരു ക്ലങ്കിനെസ് ഫീൽ ചെയ്യും. നമ്മളൊരു നോർമൽ വണ്ടി എന്താ പറയുക, നമ്മൾ ക്ലച്ച് ഇല്ലാണ്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഫീൽ വരുന്നുണ്ട്. പക്ഷേ പാസ് 3000 RPM ആണ് വണ്ടിയുടെ ആ ഒരു ഇതിരിക്കുന്നത്. പിന്നെ മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ഓടിക്കുന്നതെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, 30 താഴെ പ്രതീക്ഷിച്ചാൽ മതി. അതല്ല നിങ്ങൾ ഡീസൻ്റ് ആയിട്ട് ഓടിക്കുവാണെങ്കിൽ ചിലപ്പോൾ 30ക്ക് അടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. 390 ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഓ മാൻ, കണ്ടോ, ഓട്ടോ ഒന്നും നോക്കണ്ട, വെറുതെ എടുത്തോണ്ട് വരിക.
എനിക്ക് വന്ന ചില ക്വസ്റ്റ്യൻ ആണ്, ബ്രോ ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ പയ്യെ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന്. ഗായ്സ് ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പയ്യെ ഓടിക്കാൻ ശ്രമിച്ചാലും ഇത് 390 ആണ്, നമ്മൾ കൈ കൊടുത്ത് പോവും. നമുക്ക് എന്താ പറയുക, നമ്മുടെ ക്ഷമ ടെസ്റ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 150 ഞാൻ പറയില്ല, ഒരു 200cc ഒക്കെ ഓടിച്ച് പരിചയമുള്ള ഒരാളാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാം. ഒരു NS 200 ഒക്കെ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ പക്ക അപ്ഗ്രേഡ് ആണ്. ഒരു MT ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ആ വണ്ടി ഒന്ന് ഓടിച്ച് ഒന്ന് സെറ്റായിട്ട് ഇതെടുക്കുക. കാരണം MT ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആണ്. NS 200 വ്യത്യാസമാണ്. പക്ഷേ NS 200ൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു 5000 RPM കഴിയുമ്പോൾ ഒരു കയറുന്ന ക്യാരക്ടർ, അതായിട്ട് നിങ്ങൾ യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയൊക്കെ ചെയ്യാൻ പറ്റും. MTയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ MT ഒക്കെ ഭയങ്കര ലീനിയറാണ്, പവറൊന്നുമില്ല. എന്താ പറയുക, കൊടുക്കുന്നത് അങ്ങ് പൊക്കോണ്ടിരിക്കും, അല്ലാണ്ട് പേടിപ്പിക്കാൻ രീതിയിലൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും അതായിട്ട് ഫെമിലിയർ ആയിരിക്കണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല ചിലവർക്ക് ഒരു എന്താ പറയുക, ഒരു കഴിവുണ്ടാവും, ഏത് CC വണ്ടിയാണെങ്കിലും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന. പൊളി പൊളി. അപ്പോൾ ഗായ്സ് അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. ഇതൊരു ഇൻഡെപ്ത് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഒന്നുമല്ല. ഈ ഒരു പ്രൈസ് കുറച്ചത് നിങ്ങളെ അറിയിക്കണം, അതിനുവേണ്ടി മാത്രം എടുത്താണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വൈറ്റ്ലയിലുള്ള KTM ഒന്ന് കോൺടാക്ട് ചെയ്യുക. പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം, ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതാണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത്. ഡൗൺ പേയ്മെൻറ്റും ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ റിംഗ്.